ഹായ് ഹലോ എല്ലാവർക്കും ഇവാസ് ഫാഷൻ ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഓർഗൻസ ക്ലോത്തിൽ വരുന്ന നല്ല അടിപൊളി സാരിയും അതുപോലെ നല്ലൊരു 4 to 5 ഇയേഴ്സ് കുട്ടികൾക്ക് പറ്റുന്നൊരു ഫ്രോക്കുമായിട്ടാണ്. അപ്പോൾ ഈ നെക്ക് ഡിസൈനും അതുപോലെ സാരിയുടെ വർക്കൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലുള്ള ബീഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെക്കുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ നെക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതേ രീതിയിൽ സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനൊരു നെക്ക് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ബീഡ്സാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ബുള്ളിയൻ നോട്ട് റോസും അതുപോലെ കട്ട് ബീഡ്സൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടു നോക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഒരു സാരിയും ചെയ്തിട്ടുണ്ട്. ഓർഗൻസയിൽ വരുന്ന സാരി നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഓരോ വർക്കുകളും ഞാനിതിൻ്റെ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് സ്പീഡിലൊക്കെയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഫുൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ ചിലതൊക്കെ സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഓരോ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെറിയ രീതിയിലുള്ള ഹാൻഡ് എംബ്രോയ്ഡറിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ ആ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫൈനൽ ലുക്ക് ഭയങ്കര രസമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടി ഞാൻ ചെറിയ കട്ട് ബീഡ്സുകളും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതും കൂടി ഞാൻ ആ ഒരു നമ്മൾ ചെയ്ത ആ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ സാരിയിൽ ഫുൾ ബുള്ളിയൻ നോട്ട് റോസ് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത്. ഇതേ രീതിയിൽ ബഞ്ചായിട്ട് ഒരു 3 ബഞ്ചസായിട്ട് 3 അടുപ്പിച്ച് 3 ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. ലീഫും ഞാൻ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടാണ്. 2 ഷെയ്ഡ് നൂലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ഒന്നൊരു സ്കൈ ബ്ലൂ ഷെയ്ഡല്ല, അതിൻ്റെ ഒരു നമ്മുടെ ആ ഒരു സാരിയോട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിലാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചതിനും വളരെ ഭംഗിയായിട്ട് ഈ ഒരു സാരി എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു സാരി ഇതേ രീതിയിലാണ് വരിക. വർക്കൊക്കെ നല്ല ഷോ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. ഇതേ രീതിയിൽ 3 സ്ഥലത്തായിട്ട് പ്ലേറ്റ്സിൽ വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഉടുപ്പിലെ വർക്കും ഫ്രോക്കിൽ ഇതേ രീതിയിലാണ് വർക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.